മഴക്കാലത്തിൻ്റെ ലഹരി ആസ്വദിച്ച് നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട 2 റിസോർട്ടുകളായ മിസ്റ്റി വാലിയിലെയും ഗ്രീൻലാൻഡ് ഫാമിലെയും നൈറ്റ് സ്റ്റേയും രാത്രിയും പകലുമായി നടത്തിയിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും അതിനിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവവികാസങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പത്ത് വർഷത്തിലേറെയായി കാനഡയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന പഴയൊരു സുഹൃത്ത് രഞ്ജിത്ത് നാട്ടിൽ വന്നപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഈ ട്രിപ്പ് ഞങ്ങൾ തുടങ്ങുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ്. അവിടെ നിന്ന് ഏകദേശം ഉച്ചയോടെ യാത്ര തിരിച്ചു. രഞ്ജിത്തിൻ്റെ തന്നെ സ്കോർപിയോയിലാണ് യാത്ര. ഇവൻ ചെറിയൊരു പുലിയാണ്. 12 വർഷം മുമ്പ് ലഡാക്ക് പോയ വണ്ടിയാണിത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് 4 മണിയോടെ നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടമായ പോത്തുണ്ടി ഡാമിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നിന്നും കാര്യങ്ങളാകെ തകിടം മറിയുകയായിരുന്നു. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചുരത്തിലേതോ മരം വീണിട്ടുണ്ടത്രേ. ഇനി മരം വെട്ടി നീക്കിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു സ്കൂട്ടർ പോലും കടത്തി വിടുന്നില്ല. സ്റ്റേയുള്ള വണ്ടികൾ മാത്രം നിന്ന് ബാക്കി വണ്ടികളൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി. നെല്ലിയാമ്പതിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന കണ്ണനും രാജനും ഞങ്ങളുടെ ഒപ്പം പുലയമ്പാറയിൽ നിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ ആനമടയിൽ സ്റ്റേ ബുക്ക് ചെയ്തുകൊണ്ട് എന്തായാലും കയറാൻ തന്നെ തീരുമാനിച്ചു. രാത്രി 7 മണിയോടെ വണ്ടികൾ കടത്തിവിടാൻ തുടങ്ങി. അങ്ങനെ രാത്രി 8:30 നെല്ലിയാമ്പതി പുലയമ്പാറയിലെത്തി. നമ്മുടെ വണ്ടി അങ്ങോട്ട് കടത്തിവിടാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് അവരുടെ വണ്ടിയിലാണ് ആനമടയിലേക്ക് പോകേണ്ടത്. ഏകദേശം 14 കിലോമീറ്റർ ആനയും കരടിയും കാട്ടുപോത്തുമൊക്കെ ഉള്ള കൊടും കാട്ടിലൂടെ വേണം അവിടെ എത്താൻ. ഏത് നിമിഷവും ഒരു കരടിയോ കാട്ടുപോത്തോ മുമ്പിൽ വന്ന് ചാടിയേക്കാൻ സാധ്യതയുള്ള രാത്രിയിലെ ഈ ഓഫ് റോഡ് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ആനയും കാട്ടുപോത്തും കരടിയുമെല്ലാം ഉള്ള ഈ കാട്ടിലൂടെ 2 മണിക്കൂറിലധികം യാത്ര ചെയ്ത് വേണം ആനമടയിലെത്താൻ. രാത്രിയിലെ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി വേറൊരു വൈബ് തന്നെയാണ്. നമുക്കെന്തായാലും ആ കാഴ്ചയിലേക്കൊന്ന് പോകാം. അങ്ങനെ ഏകദേശം രാത്രി 11 മണിയോടെ ഞങ്ങൾ ആനമടയിലെ മിസ്റ്റി വാലി റിസോർട്ടിലെത്തി. ഇവിടുത്തെ വൈറ്റ് ഹൗസ് എന്ന കോട്ടേജാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. 2 ബെഡ്റൂമുകളിലായി 4 പേർക്ക് ഇതിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. മുറികളെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. 2 ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതുകൂടാതെ വിവിധ സ്റ്റേകളിലായി ഏകദേശം 150 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഈ എസ്റ്റേറ്റിലുണ്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മരം വീണ് വഴി മുടങ്ങിയതുകൊണ്ട് ഏകദേശം 3-4 മണിക്കൂർ വൈകിയാണ് ഞങ്ങളിവിടെ എത്തിയത്. വന്ന ഉടനെ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാം കഴിച്ച് രാത്രി 12 മണിയോടെ ഇവിടുത്തെ നൈറ്റ് സഫാരി തുടങ്ങി. ഞങ്ങൾ പോയ സമയത്ത് ന്യൂനമർദ്ദമായിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തമായ മഴയായിരുന്നു. കൂടാതെ അതിശക്തമായ കാറ്റുമുണ്ട്. കൊടുങ്കാട്ടിലൂടെ പാതിരായ്ക്കുള്ള ഈ സഫാരി വേറെ ലെവൽ തന്നെയാണ്. അനിമൽ സൈറ്റിംഗ് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ. തീറ്റയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണെന്നാണ് തോന്നുന്നത്. കുറച്ചു നേരം നമുക്കതൊന്ന് കണ്ടു നോക്കാം.
ഡിലേ. അങ്ങനെ മിസ്റ്റി വാലിയിലെ പ്രഭാതം കാണാനായി അത് രാവിലെ തന്നെ എണീറ്റു. ഇന്നലെ രാത്രി സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ 1 മണി കഴിഞ്ഞിരുന്നു. രാവിലെ തന്നെ മഴയാണ്. അങ്ങനെ മിസ്റ്റി വാലിയിലെ മഴയൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. മുള കൊണ്ടുണ്ടാക്കിയ അതിമനോഹരമായ ഈ റെസ്റ്റോറൻറ്റിലാണ് ആനമടയിലെ എല്ലാ സ്റ്റേകളിലുള്ളവരുടെയും ഭക്ഷണം കൊടുക്കുന്നത്. ഇഡ്ഡലിയും പുട്ടുമാണ് രാവിലെ ഉണ്ടായിരുന്നത്. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായി രാവിലെ തന്നെ ഇറങ്ങി. ഈ കാണുന്നതാണ് ഇവിടെയുള്ള ട്രൈബൽസിൻ്റെ അമ്പലം. കാടിൻ്റെ നടുവിലുള്ള ഈ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഉച്ചയോടെ തിരിച്ച് കോട്ടേജിലെത്തി. ഇനി ഭക്ഷണം കഴിക്കണം. എല്ലാവർക്കും നല്ല വിശപ്പും ക്ഷീണവുമുണ്ട്. ഊണെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. അങ്ങനെ വൈകിട്ട് 4 മണിയോടെ തിരിച്ചുള്ള യാത്ര തുടങ്ങി. മഴ നിർത്താതെ ചന്നംപിന്നം പെയ്യുന്നുണ്ട്. ഓഫ് റോഡ് ഡ്രൈവ് ഹരമായതുകൊണ്ട് ഡ്രൈവറെ ബൈക്കിലെത്തിയിട്ട് രഞ്ജിത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണോ വരുന്നത് ആ കാഴ്ചകളാണ് ഇനി അങ്ങോളം.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കാരാശ്ശേരി വ്യൂ പോയിൻ്റ് എന്നാണ്. എന്തൊരു ക്ലൈമറ്റാണ്! ഇത് കണ്ടിട്ട് ഇവിടെ ഇറങ്ങാതെ പോകാൻ ആരെക്കൊണ്ടും കഴിയില്ല. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്ലൈമറ്റും കൂടി ഉണ്ടെങ്കിൽ അതിനൊരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ റോഡെല്ലാം കോളമായാണ് കിടക്കുന്നത്. അതെന്തായാലും നന്നായി, എക്സ്ട്രീം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ. നെല്ലിയാമ്പതിയിലെ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്താനായി പുലയമ്പാറയിലുള്ള ഓറഞ്ച് ഫാമിൻ്റെ അവിടെ നിന്ന് ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ കണ്ണനും രാജനുമെല്ലാം ഈ വഴി ജീപ്പ് സർവീസ് നടത്തുന്നവരാണ്. നല്ല ഫ്രണ്ട്ലി ആയ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരായ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, മഴയുള്ള സമയത്ത് വരികയാണെങ്കിൽ പൊളി വൈബായിരിക്കും. അടഞ്ഞു കിടക്കുന്ന ഈ വനത്തിലൂടെ ഓടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഞങ്ങളുടെ ജീപ്പ് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മോശം കാലാവസ്ഥയായതുകൊണ്ട് ഇന്ന് രാത്രി കൂടി നെല്ലിയാമ്പതിയിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് തീരുമാനം. നാളെ രാവിലെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. പുലയമ്പാറയിലെത്തി അവിടെ എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമോയെന്ന് അറിയണം. നമ്മുടെ കണ്ണനും രാജനും ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു.
അങ്ങനെ പുലയംപാറയിലെത്തി. മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ഗ്രീൻലാൻഡ് ഫാമിൽ നമുക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ഈ റിസോർട്ട് പുലയംപാറയിൽ നിന്നും സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയിലാണ്. എന്നാൽ പിന്നെ അവിടേക്ക് പോകാം. രാത്രി 10 മണിയോടെ ഗ്രീൻലാൻഡിലെത്തിയ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. ഇന്നലെ രാത്രി വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് മഴയായിരുന്നു. ഇവിടുത്തെ സ്റ്റേയിൽ ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. ഫുഡിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. നെല്ലിയാമ്പതിയിലെ ആദ്യകാല റിസോർട്ടുകളിലൊന്നാണ് ഈ ഗ്രീൻലാൻഡ് ഫാം. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. പിന്നെ മിസ്റ്റി വാലിയിലെ വൈബ് വേറൊന്ന് തന്നെയാണ്. അതറിയണമെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരും. അങ്ങനെ രാവിലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ രാവിലെ 10 മണിയോടെ ഞങ്ങളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. ഒരു ദിവസം കൂടി ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കാരണം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് അവിടേക്കുള്ള ഗതാഗതമെല്ലാം പിന്നീട് ശരിയാക്കിയത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.